ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രഭാത സമയം ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യമാണ്. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. ഇവിടെ ജീവിതത്തിൽ എല്ലാവരും കാണുന്ന വിജയങ്ങളൊക്കെ ഉണ്ടാകാം. പണമുണ്ടാകാം, സ്ഥാനമുണ്ടാകാം, പ്രശസ്തി ഉണ്ടാകാം. പക്ഷെ ഒരു മനുഷ്യരുടെ കണ്ണിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മുറിവ്, അത് പുറമെ കാണത്തില്ല, അത് ഉള്ളിലാണ് കാണുന്നത്. പുറമെ ഒരു പക്ഷേ മനോഹരമായ ജീവിതമായിരിക്കാം, എന്നാൽ അകത്ത് തകർന്ന ഹൃദയം ആയിരിക്കാം. പുറമെ പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ടെങ്കിലും അകത്ത് ഭയം ഉളവാകുന്നുണ്ടായിരിക്കാം. പുറമെ വിജയമാണ് തോന്നുന്നെങ്കിലും അകത്ത് പാപത്തിന്റെ ബന്ധനത്താൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം. ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. മനുഷ്യന് മറയ്ക്കാൻ കഴിയുന്നതെല്ലാം ദൈവത്തിന് വ്യക്തമായി കാണാം. ഇവിടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സിറിയയുടെ സൈന്യാധിപനായ നയമാൻ ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. രാജാവിന്റെ വിശ്വസ്തനായിരുന്നു, യുദ്ധ വിജയങ്ങളുടെ നായകനായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളാൽ ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നയമാൻ. സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും ശക്തി കൊണ്ടും ഒക്കെ അവൻ ഏറ്റവും മികവുറ്റവനായിരുന്നു. എന്നാൽ ബൈബിൾ ഒരു ചെറിയ വാചകത്തിലൂടെ അവന്റെ മുഴുവൻ മഹത്വത്തെയും നിശബ്ദമാക്കുകയാണ്. ഈ 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, എന്നാൽ അവൻ കുഷ്ഠരോഗിയായിരുന്നു. അവന്റെ അധികാരത്തിന് രോഗം മാറ്റാൻ കഴിഞ്ഞില്ല. അവന്റെ പദവിക്ക് അവനെ ശുദ്ധനാക്കാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ ഒരു ഇസ്രായേൽ പെൺകുട്ടി പറഞ്ഞ ഒറ്റ സാക്ഷ്യമാണ് അവനെ ഏലീശയുടെ അടുക്കൽ കൊണ്ടെത്തിച്ചത്. അവൻ വളരെ വലിയൊരു പ്രതീക്ഷയോടെയാണ് ഏലീശയുടെ മുമ്പിൽ എത്തിയതെങ്കിലും ഏലീശ പുറത്തു വന്ന് പ്രത്യേക പ്രാർത്ഥന നടത്തുമെന്നും അത്ഭുതകരമായ ഒരു ചടങ്ങുണ്ടാകുമെന്നൊക്കെ ഈ നയമാൻ കരുതി. പക്ഷെ പ്രവാചകൻ ഒറ്റ സന്ദേശം മാത്രമാണ് അയച്ചത്: യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങുക. ഞാൻ ഒന്നുകൂടെ പറയാം, യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങുക. ഇത് കേട്ട നയമാൻ കോപിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങളുടെ നാട്ടിലെ നദികൾ ഇതിലും നല്ലതല്ലേ, പിന്നെ എന്തിനാണ് ഈ യോർദാൻ നദിയിൽ വന്ന് മുങ്ങുന്നത്? അവന്റെ പ്രശ്നം അവിടെ യോർദാൻ നദി അല്ലായിരുന്നു, അവന്റെ അഹങ്കാരമായിരുന്നു. അവസാനം നയമാന്റെ ദാസന്മാരുടെ ഉപദേശം കേട്ട് അവൻ വിനയപ്പെട്ടു. യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അങ്ങനെ പൊങ്ങിയപ്പോൾ അവന്റെ മാംസം ഒരു കുഞ്ഞിന്റെ മാംസം പോലെ പുതുതായി തീർന്നു. ഈ സംഭവത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു ആത്മീയ സത്യമാണ് ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. നയമാന്റെ കുഷ്ഠമെന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ പാപത്തെയാണ് ഇന്ന് ചിത്രീകരിക്കുന്നത്. പാപം ദൈവത്തിൽ നിന്ന് നമ്മെ എപ്പോഴും വേർപെടുത്തിക്കൊണ്ടിരിക്കും. നല്ല പ്രവൃത്തികൾ, അല്ലെങ്കിൽ മതാചാരങ്ങൾ, അല്ലെങ്കിൽ സമ്പത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം, ഇവയൊന്നും മനുഷ്യന്റെ ഹൃദയം ശുദ്ധമാക്കാൻ കഴിയത്തില്ല. നയമാൻ സ്വയം സൗഖ്യം പ്രാപിക്കുകയായിരുന്നില്ല. അതുപോലെ നമുക്കും സ്വയം രക്ഷിക്കാൻ കഴിയത്തില്ല. അതിനാലാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അവന്റെ ക്രൂശ് മരണവും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പും വഴി പാപത്തിൽ നിന്ന് ശുദ്ധീകരണം ഒരുക്കപ്പെടുകയായിരുന്നു. യോർദാനിലെ വെള്ളത്തിലല്ല സത്യം പറഞ്ഞാൽ അത്ഭുതമുണ്ടായത്. ദൈവവചനത്തോടുള്ള അനുസരണത്തിലായിരുന്നു നയമാന്റെ ജീവിതത്തിൽ അത്ഭുതം കാണാനിടയായി തീർന്നത്. ഇന്ന് പലരും നയമാനെ പോലെയാണ്. പുറമെ എല്ലാം ശരിയാണെന്ന് തോന്നും, പക്ഷെ ഉള്ളിൽ ഒട്ടും സമാധാനമില്ല. ചിലപ്പോൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ പ്രശ്നങ്ങളായിരിക്കത്തില്ല, നമ്മുടെ അഹങ്കാരമായിരിക്കും. ദൈവം പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം താഴ്ത്തുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം: കർത്താവേ, എന്റെ സാഹചര്യം മാത്രം മാറ്റണമെന്നല്ല, ആദ്യം എന്റെ ഹൃദയം ഒന്ന് മാറ്റണമേ. കാരണം വിനയപ്പെടുന്നവനിൽ ദൈവം തന്റെ കൃപ വെളിപ്പെടുത്തി തരും. ഇന്ന് പ്രഭാത സമയം ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ നയമാൻ യോർദാനിൽ ഇറങ്ങുമ്പോൾ ആരായിരുന്നു? കുഷ്ഠരോഗിയായിരുന്നു. പുറത്തു വന്നപ്പോൾ ശുദ്ധനായി. നാം യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുമ്പോൾ ആരാണ്? പാപികളായാണ് വരുന്നത്.
എന്നാൽ അവന്റെ കൃപയാൽ ക്ഷമിക്കപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരും പുതിയ സൃഷ്ടികളുമായി നമ്മൾ മടങ്ങുന്നു. ദൈവം നമ്മുടെ ജീവിതം അല്പം മെച്ചപ്പെടുത്താൻ മാത്രമല്ല വന്നത്, യേശുക്രിസ്തു വന്നത് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാനാണ്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ദൈവമൈതലേ, പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന മറഞ്ഞ മുറിവുകൾ കർത്താവ് യേശുക്രിസ്തു അറിയുന്നു. മനുഷ്യർ കാണാത്ത കണ്ണുനീർ കർത്താവ് കാണുന്നുണ്ട്. അഹങ്കാരം ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. അപ്പോൾ ദൈവം ശുദ്ധീകരിക്കുവാനിടയായി തീരും. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ നിർണയിക്കത്തില്ല ഒരിക്കലും. ദൈവത്തിന്റെ കൃപയാണ് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ പരാജയങ്ങളെക്കാൾ വലുതാണെന്ന് ഇത് ഈ പ്രഭാത സമയം ഓർക്കുക. ഇന്ന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ പഴയ ജീവിതം പിന്നിലാക്കിക്കൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നത്, വിനയത്തോടെ, സൗമ്യതയോടെ, സമർപ്പണത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. നിങ്ങളുടെ ജീവിതത്തെ പുതിയതായി തീർക്കാൻ ദൈവം ഇന്നും ശക്തനാണ്. ആയതിനാൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, നയമാനെ ശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അഹങ്കാരം, പാപം, അവിശ്വാസം എന്നിവ നീക്കിക്കളയണമേ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.